വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് സർക്കാർ. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതായി മന്ത്രിമാർ അറിയിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് പ്രതിഷേധം തണുപ്പിക്കാനാണ് സർക്കാർ ശ്രമം. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ സർക്കാർ കമ്മീഷനായി നിയമിച്ചു. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതായും മന്ത്രിമാരായ K രാജൻ, P രാജീവ്, V അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുനമ്പം വിഷയത്തിലെ ഉന്നതതല യോഗത്തിന് ശേഷമാണ് തീരുമാനം മന്ത്രിമാർ അറിയിച്ചത്. എന്നാൽ മറ്റിടങ്ങളിലെ പ്രശ്നങ്ങൾക്ക് തീരുമാനമായില്ല. നമ്മുടെ ഇന്നത്തെ ചർച്ച പൂർണ്ണമായിട്ടും മുനമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ആരെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. ഇവര് വഖഫാണ്, പിന്നെ കുറെ അധികാരമുള്ള സംവിധാനമാണല്ലോ. അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന്മേലൊന്നും തുടർ നടപടികൾ പാടില്ല എന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. പുതിയ നോട്ടീസൊന്നും ഇവിടെ കൊടുക്കരുത് എന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. ഭൂനികുതി അടയ്ക്കുന്നത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ പിൻവലിക്കാനുള്ള നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കും. സമരം നടത്തുന്നവരോട് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. അർഹരായവർക്ക് നിയമപരമായ പരിരക്ഷ നൽകുമെന്നും ശാശ്വതമായ തീരുമാനം ഉണ്ടാക്കുമെന്നും റവന്യൂ മന്ത്രി K രാജൻ. അവിടെ അർഹരായ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ അതിന് വേണ്ടി വരും. നിലവിലുള്ള നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ കാര്യം മുന്നോട്ട് പോകാനാണ്. ആരോടും ഒഴിയാൻ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടില്ലെന്നും രേഖകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും വഖഫ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. അത് രേഖ ഹാജരാക്കണം എന്ന് മാത്രമാണ് ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവർ വേറെ രീതിയിൽ പറയുന്നത്. ആധാരമുള്ള സ്ഥലങ്ങളിൽ കയ്യേറി താമസിക്കുന്നവർക്ക് നോർമലായി അത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ആ വഖഫ് ബോർഡിന്റെ ജോലി അതാണ്. വഖഫ് ബോർഡ് അതാണ് ചെയ്യുന്നത്. അതേസമയം മുനമ്പം അടക്കമുള്ള മേഖലകളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ജനം, തിരുവനന്തപുരം.